എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ എമ്പുരാൻ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മലയാളത്തിന്റെ എമ്പുരാൻ റിലീസായിട്ട് ഇന്ന് 15-ാം ദിവസം കഴിയാൻ ഒരുങ്ങുകയാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് എമ്പുരാനെ സംബന്ധിച്ച് ഇന്ന് കേരള ബോക്സ് ഓഫീസിലേക്ക് 3 പ്രധാനപ്പെട്ട മലയാള സിനിമകൾ വിഷു റിലീസായി എത്തുകയും അതോടൊപ്പം ഒരു തമിഴ് ചിത്രം അജിത് നായകനായെത്തിയ തമിഴ് ചിത്രം എത്തുകയും ചെയ്തിട്ടും എമ്പുരാന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ആ ഒരു 15-ാം ദിവസത്തെ കേരള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം എമ്പുരാൻ സിനിമ 15-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് 345 ഷോകളാണ്. 15-ാം ദിവസവും 3 പ്രധാനപ്പെട്ട സിനിമകൾ റിലീസായിട്ട് പോലും 15-ാം ദിവസവും ഓഡിയൻസായി എമ്പുരാന്റെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ 14,000-ന് മുകളിലുള്ള പ്രേക്ഷകരാണ്. ഇന്ന് 345 ഷോകൾ കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാന്റെ പേരിൽ ട്രാക്ക് ചെയ്തപ്പോൾ ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 20%-ന് മുകളിലാണ്. ഇന്ന് എമ്പുരാന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനായി ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് 22 ലക്ഷത്തിന് മുകളിലാണ്. അതായത് 15-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാൻ ഏകദേശം 40 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെ നേടാൻ സാധ്യതകളേറെയാണ്. ഇതോടെ 15 ദിവസങ്ങൾ പിന്നിടുന്ന എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ 85 കോടിയിലേക്ക് എത്തുകയാണ്. ആദ്യ 11 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ 250 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ഇന്നത്തോടെ ഏകദേശം 255 കോടി 260 കോടി റേഞ്ചിലും എത്തും. അപ്പോൾ എമ്പുരാൻ സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര കോടി വരാൻ ചാൻസ് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.